അൾട്ടിമേറ്റ് CS2ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 9 സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. എന്താണ് SQL, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്, അതുപോലെ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിഫറെന്റ് കൺസ്ട്രെയിൻസ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് കണ്ടു. RDBMSലെ ഡാറ്റനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ പേര് SQL എന്നായിരുന്നു. സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ക്വറി ലാംഗ്വേജ് എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. പിന്നീടാണ് അത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാക്കി മാറ്റിയത്. ഡാറ്റാബേസ് ക്വറീസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റാബേസിലേക്ക് നമ്മൾ കമാൻഡ്, ഒരു കാര്യം ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനെയാണ് ക്വറി എന്ന് പറയുന്നത്. ഇനി SQLന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിലേഷണൽ ഡാറ്റാബേസ് ലാംഗ്വേജ് ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്വറീസ് ആണ് അതിനകത്ത് ഉള്ളത്. നമുക്ക് ഡാറ്റാബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അതിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അതിന് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാനും ഒക്കെയുള്ള കമാൻഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ മേജർ RDBMSകളായിട്ടുള്ള MySQL, അതുപോലെ Cbase, ഗൈഡ് ലൈൻ, എങ്ങനെ ഡാറ്റ റിട്രീവ് എന്നുള്ള ഗൈഡ് ലൈൻ ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു SQL യൂസ് ചെയ്യാനായിട്ട് പറ്റും. SQL നോൺ പ്രൊസീജറൽ ലാംഗ്വേജ് ആണ്. നോൺ പ്രൊസീജറൽ എന്ന് പറയുകയാണെങ്കിൽ ഡാറ്റ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നതല്ല, എന്ത് ഡാറ്റയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് ഡിഫറെന്റ് ടൈപ്പ് ആക്സസ് പെർമിഷൻസ് ഇതിന് കൊടുക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് SQL അവൈലബിൾ ആണ്. ഇനി എന്തൊക്കെ കമ്പോണൻസ് ആണ് SQL നോക്കാം. 3 കമ്പോണൻസ് ആണ് SQL വരുന്നത്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് DCL. അങ്ങനെ 3 കമ്പോണൻസ് ആണ് നമ്മുടെ SQL ഉള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് ഈ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തേതാണ് DDL, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DDL ഡീൽ ചെയ്യുന്നത് നമ്മുടെ സ്ട്രക്ചർ, ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കീമ ഡെഫിനിഷനെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്, ഓൾട്ടർ ചെയ്യാനുള്ള കമാൻഡ്, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഡ്രോപ്പ് കമാൻഡ്. ഈ 3 കമാൻഡ്സ് ആണ് നമുക്ക് DDL കമാൻഡ്സിനകത്ത് വരുന്നത്. ക്രിയേറ്റ്, ഓൾട്ടർ, അതുപോലെ തന്നെ ഡ്രോപ്പ്. ഇതെല്ലാം നമ്മുടെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് സ്ട്രക്ചറിലാണ് ഈ 3 കമാൻഡ്സും ഡീൽ ചെയ്യുന്നത്. ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ, ഒന്ന് ഓൾട്ടറേഷൻ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നെങ്കിൽ അതിന് വേണ്ടിയുള്ള ഓൾട്ടർ കമാൻഡ്. ദെൻ ഡ്രോപ്പ്, നമുക്ക് ആ ടേബിൾ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ഡ്രോപ്പ് എന്ന് പറയുന്ന കമാൻഡ്. അടുത്തത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML. അതിൽ നമുക്ക് ടേബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എങ്ങനെ റിട്രീവ് ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ DML എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അതിൽ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ഇൻസേർട്ട് കമാൻഡ്, അതുപോലെ ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള സെലക്ട് കമാൻഡ്, അതുപോലെ തന്നെ ഡാറ്റയിൽ അപ്ഡേഷൻസ് വരുത്താനുള്ള അപ്ഡേറ്റ് കമാൻഡ്. അങ്ങനെ 3 കമാൻഡ്സ് ആണ് DML എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അടുത്തതാണ് DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റാബേസിന്റെ ആക്സസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് ഈ DCL എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അതാണ് ഗ്രാന്റ്, അതുപോലെ റിവോക്ക് എന്ന് പറയുന്ന 2 കമാൻഡുകൾ. ഗ്രാന്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ യൂസറിന് പെർമിഷൻ കൊടുക്കാനുള്ള കമാൻഡാണ് ഗ്രാന്റ് എന്ന് പറയുന്ന കമാൻഡ്. റിവോക്ക് നമ്മൾ കൊടുത്ത ഗ്രാന്റ് കമാൻഡ് വഴി നമ്മൾ കൊടുത്ത പെർമിഷൻസ് തിരിച്ചെടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനെയാണ് റിവോക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. DCL കമാൻഡ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതും അത് ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഓർഡിനറി യൂസേഴ്സിന് ആ കമാൻഡ്സ് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് 3 കമ്പോണൻസ് ആണ് DML, DDL ആൻഡ് DCL. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് MySQL ആണ്. അതൊരു ഓപ്പൺ സോഴ്സ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. അതുപോലെ ഹൈ സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് MySQL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോർട്ടബിൾ ആണ്. നമുക്ക് ഏതൊരു ലാംഗ്വേജിന്റെ കൂടെ, C++ന്റെ കൂടെ, PHPയുടെ കൂടെ, പേളിന്റെ കൂടെ, കുറേയധികം ലാംഗ്വേജുകളുടെ കൂടെ നമുക്ക് ക്ലബ് ചെയ്യാവുന്ന ഒരു ലാംഗ്വേജ് ആണ് MySQL എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ആണ് SQL വരുന്നത് നോക്കാം. 3 കാറ്റഗറിയാണ് ഡാറ്റ ടൈപ്സ് വരുന്നത്. ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്, ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ്. അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് നമുക്ക് നോക്കാം. ഡാറ്റ ടൈപ്സിന് 3 കാറ്റഗറിയാണ് തിരിച്ചിരിക്കുന്നത്. ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സ്ട്രിംഗ്, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്സ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സ് 2 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് ഇൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റിജർ എന്ന് നമുക്ക് കീവേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഹോൾ നമ്പേഴ്സ്, ഫ്രാക്ഷണൽ പാർട്ടില്ലാത്ത ഹോൾ നമ്പേഴ്സ്, അത് പോസിറ്റീവ് ആവാം, 0 ആവാം, നെഗറ്റീവ് ആവാം.
അതിന് എക്സാമ്പിളാണ് 69, 0, നെഗറ്റീവ് 112 എന്നൊക്കെ പറയുന്നത് ഇതിന് എക്സാമ്പിളാണ്. അടുത്തൊരു ടൈപ്പാണ് ഡെസിമൽ ഓർ DEC എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡെസിമൽ എന്നും യൂസ് ചെയ്യാം, DEC എന്നും യൂസ് ചെയ്യാം. അത് ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന നമ്പേഴ്സാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതിൻ്റെ ഫോമാറ്റ് ഡെസിമൽ ബ്രാക്കറ്റിൽ സൈസ് കോമ D അല്ലെങ്കിൽ DEC ബ്രാക്കറ്റിൽ സൈസ് കോമ D. സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ പാർട്ടടക്കം ടോട്ടൽ ആ നമ്പറിൽ വരുന്ന ഡിജിറ്റ്സിൻ്റെ എണ്ണമാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. D സ്പെസിഫൈ ചെയ്യുന്നത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് D ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, DEC 5,2. അപ്പോൾ ടോട്ടൽ 5 ഡിജിറ്റ്സ് ആണ് ഈ ഒരു നമ്പറിന് ഉണ്ടായിരിക്കുക. അതിൽ 2 എണ്ണം എന്താണ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡിജിറ്റ്സിൻ്റെ എണ്ണമാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് 112.25. അപ്പോൾ 112 എന്ന് പറയുന്ന 3 ഡിജിറ്റ് ഡെസിമലിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഡെസിമലിൻ്റെ മുന്നും ഡെസിമൽ പോയിന്റിന് മുന്നും പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സുമാണ് നമുക്ക് വരുന്നത്. അപ്പം അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -999.99 ടു +999.99 വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡിഫയേഴ്സ് വെച്ചിട്ട് ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് വെച്ചിട്ടുള്ള അതിൻ്റെ സൈസും യൂസേജുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൈൻഡ് ആണെങ്കിൽ അൺസൈൻഡ് ആണെങ്കിൽ അതുപോലെ സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര ബൈറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈനി, സ്മോള്, മീഡിയം, അതുപോലെ ബിഗ്, ഇന്ത്യൻ്റെ കാറ്റഗറിയിൽ വരുന്ന മോഡിഫയേഴ്സ് ആണ് ഈ എല്ലാം. പിന്നെ നമ്മുടെ ഡെസിമലിൽ വരുന്നതാണ് ഡബിള്, ഫ്ലോട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിന് സ്ട്രിങ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് കാർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ നമ്പേഴ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. അത് ഫിക്സ്ഡ് ലെങ്ത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ് ചാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാർ ഓഫ് എക്സ് എന്നാണ് അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് 0 തൊട്ട് 255 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കാം. അത്രയും ക്യാരക്ടേഴ്സേ നമുക്ക് ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫിക്സ്ഡ് ലെങ്ത് ഡാറ്റ വരുമ്പോഴാണ് ഈ ഒരു ചാർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൊടുത്ത എക്സ് എന്ന് പറയുന്ന വാല്യൂ, മാക്സിമം നമുക്ക് അലോക്കേറ്റ് ചെയ്യാവുന്ന വാല്യൂ ആണ് എക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനേക്കാളും കൂടുതലാണെങ്കിൽ, അപ്പോൾ സ്ട്രിങ് എൻ്റർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സ്പേസിൽ നമ്മൾ വൈറ്റ് സ്പേസ് വെച്ച് ഫില്ലാവുന്നുണ്ട്. നമ്മളിങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് സ്പേസ് കൺസിഡർ ചെയ്യാതെ ആ ഒരു സ്ട്രിങ് മാത്രമായിരിക്കും നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്ട്രിങ് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ 10 ഒരു സ്ട്രിങ്ങിനെ അലോക്കേറ്റ് ചെയ്തു, പക്ഷെ ഞാൻ 5 യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ബാക്കി 5 എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. ആ മെമ്മറി വേറെ ഒന്നിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ചാർ അല്ലെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് വാർക്കാർ. വാർക്കാർ ബ്രാക്കറ്റിൽ സൈസ് എന്നുള്ള ഫോമാറ്റാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ ലെങ്ത് സ്ട്രിങ്സ് ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ സ്പേസ് അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സ്പേസിൽ അതിൽ അലോക്കേഷനേക്കാളും നമുക്ക് സ്ട്രിങ്ങിൻ്റെ വാല്യൂ എത്രയാണോ വരുന്നത് അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണോ വരുന്നത് അത്രയും സ്പേസ് മാത്രമേ അലോക്കേറ്റ് ആവുള്ളൂ. ബാക്കിയെല്ലാം ഫ്രീ ആണ്. നമ്മൾ നേരത്തെ കാരൽ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് സ്പേസ് വെച്ച് ഫില്ല് ചെയ്യുന്നില്ല, പകരം അത് വേറെ ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെമ്മറി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് വാർക്കാർ എന്ന് പറയുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വരുന്ന കോളംസിനൊക്കെയാണ് നമ്മൾ ഈ വാർക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 65,535 വരെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. മറ്റേതിൽ അത്രയും നമുക്ക് പറ്റില്ല, 255 ക്യാരക്ടേഴ്സേ പറ്റിയിരുന്നുള്ളൂ. അതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ കാർ ഡാറ്റ ടൈപ്പും വാർക്കാർ ഡാറ്റ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. കാർ എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് ക്യാരക്ടേഴ്സ് ആണ്, വാർക്കാർ എന്ന് പറയുന്നത് വേരിയബിൾ ലെങ്ത് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് 255 ക്യാരക്ടേഴ്സേ മാക്സിമം സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വാർക്കാറിൽ നമുക്ക് 65,535 എന്നുള്ള അത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് സെയിം ഫിക്സഡ് ലെങ്ത് വരുന്ന ക്യാരക്ടേഴ്സ് വരുന്ന കോളംസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് മാക്സിമം അലോക്കേറ്റഡ് സ്പേസിനേക്കാളും കുറവാണെങ്കിൽ ബാക്കിയുള്ള സ്പേസ് വൈറ്റ് സ്പേസ് വെച്ചായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ സൈസ് ഓഫ് ദ സ്ട്രിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാകുന്നില്ല, ഇവിടെ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് ഡേറ്റ്. ഡേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ് എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് YYYMMDD എന്നുള്ള ഫോമാറ്റാണ്. ആദ്യം ഇയർ, 4 ഡിജിറ്റുള്ള ഇയർ, പിന്നെ 2 ഡിജിറ്റ് മന്ത്, 2 ഡിജിറ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഏത്
സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇടയിൽ യൂസ് ചെയ്യാം, ഹൈഫണോ അല്ലെങ്കിൽ സ്ലാഷോ അല്ലെങ്കിൽ അതില്ലാതെയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കോഡ്സിനകത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പും കോഡ്സിനകത്ത് ഇട്ട് കൊടുക്കണം, ഇതും സ്ട്രോങ്ങിന് ഇട്ട് കൊടുക്കണം. അടുത്ത ടൈപ്പാണ് ടൈം എന്നുള്ള ഡാറ്റ ടൈപ്പ്. ടൈം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ടൈം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് അവർ, മിനിറ്റ്, സെക്കൻഡ്, അതായത് 2 ഡിജിറ്റ് അവർ, 2 ഡിജിറ്റ് മിനിറ്റ് കൊടുക്കാനായിട്ട്, 2 ഡിജിറ്റ് സെക്കൻഡ്സ് കൊടുക്കാനായിട്ട്. ഈ ഒരു ഫോമാറ്റാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ അവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. കോഡ്സിനകത്താണ് നമ്മൾ അതിൻ്റെ ടൈം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് കമാൻഡ്സുകളാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള കമാൻഡ്സും, അതുപോലെ തന്നെ ഡിഫറെന്റ് കൺസ്ട്രെയിന്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റിലേഷൻസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ടേബിളിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റാബേസിനകത്ത് കുറേയധികം ടേബിൾസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ഇത്. DDL കമാൻഡാണ് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്നുള്ളത്. ക്രിയേറ്റ് സ്പേസ് ഡാറ്റാബേസ്, ക്രിയേറ്റ് സ്പേസ് ഡാറ്റാബേസ് സ്പേസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റാബേസിന്റെ പേര് എന്താണോ ആ പേര് നമ്മളവിടെ കൊടുക്കുക, സെമിക്കോളൻ. എല്ലാത്തിനും എൻഡിൽ സെമിക്കോളൻ ഉണ്ടായിരിക്കും SQLന്റെ സിൻടാക്സിൽ. അപ്പോൾ ക്രിയേറ്റ് സ്പേസ് ഡാറ്റാബേസ് നമ്മൾ കൊടുക്കാൻ പോകുന്ന പേരാണ് കൊടുക്കേണ്ടത്, സെമിക്കോളൻ. ഓൾറെഡി ഉള്ള ഡാറ്റാബേസിന് ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ സമ്മതിച്ചു തരില്ല. അതുപോലെ നമ്മുടെ കീവേഡ്സും നമുക്കിവിടെ പേരായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ സ്കൂളിൽ നിന്ന് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ക്രിയേറ്റ് സ്പേസ് ഡാറ്റാബേസ് സ്പേസ് സ്കൂൾ സെമിക്കോളൻ. നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ആ ഡാറ്റാബേസിനെ ആക്റ്റീവ് ആക്കണം. ഡാറ്റാബേസിനെ ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് യൂസ് എന്ന് പറയുന്ന ഡാറ്റാബേസ്. അപ്പോൾ യൂസ് സ്പേസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് നെയിം അല്ലെങ്കിൽ നമുക്ക് ഏത് ഡാറ്റാബേസ് ആണോ വേണ്ടത് ആ ഡാറ്റാബേസിന്റെ പേര് എഴുതി കൊടുക്കുക, സെമിക്കോളൻ. ഇപ്പോൾ യൂസ് സ്പേസ് സ്കൂൾ സെമിക്കോളൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസ് ഇവിടെ ആക്റ്റീവ് ഡാറ്റാബേസ് ആയിട്ട് മാറി. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡാറ്റാബേസുകളും കാണണം. നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ ഏത് പേരിലില്ലാത്തതെന്ന് അറിയാനായിട്ട് നമുക്ക് ഡാറ്റാബേസുകൾ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കീവേഡാണ് ഷോ ഡാറ്റാബേസസ് എന്ന് പറയുന്ന കീവേഡ്. ഷോ സ്പേസ് ഡാറ്റാബേസസ് സെമിക്കോളൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ SQL ഡാറ്റാബേസുകളും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. MySQL എടുക്കാനായിട്ട് ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, ടെർമിനലിലെ MySQL സ്പേസ് -u സ്പേസ് റൂട്ട് -p എന്നിട്ട് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലൊരു പേജ് ഓപ്പൺ ആവും. ഉബുണ്ടു 16.18 വെർഷനിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, MySQL എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് MariaDB എന്നുള്ള പ്രോംപ്റ്റ് ആയിരിക്കും കാണുക. അത് നമുക്ക് നമ്മുടെ MySQL കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുള്ള കമാൻഡാണ് ക്രിയേറ്റ് സ്പേസ് ഡാറ്റാബേസ് സ്പേസ് നമ്മൾ കൊടുക്കാവുന്ന ഡാറ്റാബേസിൻ്റെ പേര് എന്താണോ ആ പേര് നമ്മൾ കൊടുക്കുക, സെമിക്കോളൻ. സ്പേസ് കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറി ഓക്കെ 1 റോ എഫക്റ്റ് എന്നുള്ള റിസൾട്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡാറ്റാബേസ് ഒക്കെ ആണെങ്കിൽ ഷോ സ്പേസ് ഡാറ്റാബേസസ് സെമിക്കോളൻ. നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡാറ്റാബേസുകളും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. ഇത് നമുക്ക് പുതിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഡാറ്റാബേസിനെ ആക്റ്റീവ് ആക്കണം. യൂസ് സ്പേസ് സ്കൂൾ സെമിക്കോളൻ ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഡാറ്റാബേസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡാറ്റാബേസിനുള്ളിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് DDL കമാൻഡാണ് ക്രിയേറ്റ് സ്പേസ് ടേബിൾ. ദെൻ നമ്മൾ കൊടുക്കാൻ പോകുന്ന ടേബിളിൻ്റെ പേര്, ദെൻ ബ്രാക്കറ്റ്, ദെൻ ഇവിടെ ഒരു പരാന്തസിസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട കോളം നെയിം സ്പേസ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതുപോലെ എന്തെങ്കിലും റൂൾസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ദെൻ കോമ ഇട്ടിട്ട് അടുത്ത കോളത്തിൻ്റെ പേര് സ്പേസ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്, റൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, റൂൾസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കോമ ഇട്ടിട്ട് അടുത്ത ഡാറ്റാബേസ് അടുത്ത കോളത്തിൻ്റെ പേര് കൊടുക്കുക. ദെൻ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഇവിടെ ഓപ്പൺ ചെയ്ത കോളം പരാന്തസിസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ടേബിളിന് വരുന്നത് നെയിം ഓഫ് ദ ടേബിളാണ്, കോളം നെയിം, നമ്മൾ കൊടുക്കാൻ പോകുന്ന കോളത്തിൻ്റെ പേര്, ഡാറ്റ ടൈപ്പ് എന്ത് ടൈപ്പ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും റൂൾസ് ഉണ്ടെങ്കിൽ അതാണ് കൺസ്ട്രെയിൻറ്റുമായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ടേബിൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോളത്തിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ലെറ്റേഴ്സ് A to Z, സ്മോൾ ലെറ്റർ A to Z, ക്യാപിറ്റൽ ലെറ്റർ A to Z അലൗഡ് ആണ്. ഡിജിറ്റ് 0 to 9 അലൗഡ് ആണ്. അണ്ടർസ്കോറും ഡോളറും അലൗഡ് ആണ്. ബാക്കി ഒരു സിമ്പിൾസും അലൗഡ് അല്ല. അതുപോലെ ഒരു ക്യാരക്ടറെങ്കിലും എന്തായാലും ഡാറ്റാബേസിനകത്ത് ഉണ്ടായിരിക്കണം. ഡിജിറ്റ്സ് മാത്രമായിട്ടുള്ള
ടേബിൾ നെയിം അല്ലെങ്കിൽ കോളം നെയിം വാലിഡ് അല്ല. വൈറ്റ് സ്പേസോ സ്പെഷ്യൽ സിമ്പിൾസോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. SQL കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ സെയിം ഡാറ്റാബേസിനകത്തുള്ള ടേബിൾ നമുക്ക് ടേബിൾ നെയിമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതൊരു ഡാറ്റാബേസിനകത്ത് ഒരു പേരിൽ ഒരു ടേബിൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ കോളം നെയിംസ് ടേബിളിൻ്റെ പേരാവാനായിട്ട് പാടില്ല. അപ്പോൾ അതാണ് നമുക്ക് എറർ പറ്റാറ്. നമ്മൾ പേര് കൊടുക്കുമ്പോൾ ടേബിളിനകത്തുള്ള ഒരു പേര് തന്നെ ആയിരിക്കും ചിലപ്പോൾ ടേബിളിന് നമ്മൾ കൊടുക്കാൻ നോക്കുക. അപ്പോൾ അത് എററായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ടേബിളിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അതിലെ ആട്രിബ്യൂട്ട്സ് കോളം നെയിംസ് ആണ് തന്നിരിക്കുന്നത്. അഡ്മിഷൻ നമ്പർ ഇൻറ്റിജർ വാല്യൂ ആണ്. നെയിം സ്ട്രിംഗ് ഓഫ് 20 ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. ജെൻഡർ സിംഗിൾ ക്യാരക്ടറാണ് വേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് സ്ട്രിംഗ് ഓഫ് 15 ക്യാരക്ടേഴ്സ് ആണ്. ഫാമിലി ഇൻകം ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കോഡ് എഴുതിയിരിക്കുകയാണ്. ക്രിയേറ്റ് സ്പേസ് ടേബിൾ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു തന്നിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അഡ്മിഷൻ നമ്പർ എന്താണ് ഇൻറ്റിജർ വാല്യൂ, സ്പേസ് ഇൻഡേ കോമ നെയിം 20 ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്പേസ് വാർക്കാർ 20 കോമ ജെൻഡർ അത് സിംഗിൾ ക്യാരക്ടർ മതി. മെയിൽ അല്ലെങ്കിൽ ഫീമെയിലിന് M അല്ലെങ്കിൽ F എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒറ്റ ക്യാരക്ടർ മതി. ദെൻ DOB ഡേറ്റ് ടൈപ്പ് കൊടുത്തു കോമ കോഴ്സ് വാർക്കാർ പറഞ്ഞു. എല്ലാം 15 ക്യാരക്ടേഴ്സ് ആയിക്കോളും നിർബന്ധമില്ലല്ലോ. 15 കൊടുത്തു. then F ഇൻകം ഇൻറ്റ് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമിക്കോളൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാ ഡാറ്റ ടൈപ്പിൻ്റെയും എല്ലാ കോളത്തിനെയും ഡാറ്റ ടൈപ്പ് കഴിഞ്ഞിട്ട് കോമ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് സ്പേസ് ടേബിൾ എന്നുള്ള കമാൻഡ് ഞാൻ കൊടുത്തു. ദെൻ നമ്മുടെ ടേബിളിൻ്റെ പേര് എന്തായിരുന്നു, സ്റ്റുഡൻറ്റ് എന്നാണ്. സ്പേസ് ഇട്ട് സ്റ്റുഡൻറ്റ് കൊടുത്തു. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആദ്യത്തെ അഡ്മിഷൻ നമ്പർ ഇൻറ്റിജർ വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പേസ് ഇൻറ്റ്. അതിനുശേഷം നെയിമാണ്. നെയിം വാർക്കാറാണ്. വാർക്കാർ ഓഫ് 20. ദെൻ അടുത്ത കോളമാണ് ജെൻഡർ, അത് ക്യാരക്ടർ ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാർ എന്നുള്ള ടൈപ്പ് കൊടുത്തു. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് DOB അത് ഡേറ്റ് ആണ് വേണ്ടത്. ഞാൻ അവിടെ കോമയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, സ്പേസ് അല്ല ഇട്ടേക്കുന്നത്. ദെൻ കോഴ്സ് അത് വാർക്കാറാണ്. 15 ആണ് അതിൻ്റെ സൈസ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്നതാണ് F ഇൻകം എന്ന് പറയുന്നത്. F_ ഇൻകം എന്ന് പേര് കൊടുത്തു. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് അവിടെ കാണാൻ പറ്റും. എററാണ് വന്നത്, കാരണം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, DOB സ്പേസ് ഡേറ്റ് അല്ല ഇട്ടേക്കുന്നത്, DOB കോമ സ്പേസ് ഡേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏതിൻ്റെ ഇടയിൽ പോലെ സ്പേസ് ഇടാതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എററായിരിക്കും കിട്ടുന്നത്. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ കൊറി ഓക്കെ 0 റോസ് എഫക്റ്റഡ് എന്നുള്ള ഔട്ട്പുട്ട് പോലെ. കൊറി ഓക്കെ എന്ന് പറഞ്ഞാൽ എറർ ഒന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്താണ് കൺസ്ട്രെയിൻസ്. നമ്മൾ റൂൾസ് ആണ് നമ്മുടെ ഈ കോളത്തിൽ നമ്മൾ കൊടുക്കാവുന്ന റൂൾസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ അക്യുറസി, റിലയബിലിറ്റി, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഇതൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്ട്രെയിൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്നും ഇതിന് പേര് വിളിക്കാറുണ്ട്. അത് ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്ന കൊണ്ടാണ് ഇതിനെ പേര് വിളിക്കാൻ കാരണം. 2 ടൈപ്പിൽ വരുന്നുണ്ട്, കോളം ലെവലും ടേബിൾ ലെവലും. കോളം ലെവല് ഇൻഡിവിജ്വൽ കോളത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ടൈപ്പാണ് കോളം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഹോൾ ടേബിളിൽ അപ്ലിക്കബിൾ ആവുന്നതിനെയാണ് ടേബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോളം കൺസ്ട്രെയിൻസ് നോക്കാം. ആദ്യത്തേതാണ് നോട്ട് നൾ. നമ്മുടെ നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളത്തിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, നൾ വാല്യൂ വരാൻ പാടില്ല. എന്തെങ്കിലും ഒരു വാല്യൂ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ empty വാല്യൂവിനെയാണ് നൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട് നൾ എന്ന് പറയുമ്പോൾ അത് ബ്ലാങ്ക് ആയിരിക്കാൻ പാടില്ല കോളം എന്ന് പറയുന്നത്. അതാണ് നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻ. അടുത്താണ് ഓട്ടോ ഇൻക്രിമെൻറ്റ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോ ഇൻക്രിമെൻറ്റ് 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് ഓരോ വാല്യൂ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് +1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇത് ഓട്ടോ ഇൻക്രിമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ടേബിളിനകത്ത് ഒരു ഓട്ടോ ഇൻക്രിമെൻറ്റ് മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ദെൻ യൂണീക്ക് എന്ന് പറയുകയാണെങ്കിൽ 2 റോയില് സെയിം വാല്യൂ ഒരു കോളത്തിന് താഴെ ഉണ്ടാവാൻ പാടില്ല.
ഒറ്റൊരു വാല്യൂ ആ കോളത്തിന് താഴെ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് പാടില്ല. അതാണ് യുണീക്ക് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ. ഈ പ്രൈമറി കീ, നമ്മൾ ഏത് കോളാണോ പ്രൈമറി കീ ആക്കി വെക്കുന്നത് അതിനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ നമ്മൾ കൊടുക്കുന്നത്. അത് യുണീക്കിന് സിമിലർ തന്നെയാണ്, പക്ഷെ പ്രൈമറി കീ ആയിട്ടുണ്ടെങ്കിൽ അത് എന്താ ആയിരിക്കാൻ പാടില്ല, നൾ വാല്യൂ ആയിരിക്കാൻ പാടില്ല. പ്രൈമറി കീ മസ്റ്റ് ബി യുണീക്ക് ആൻഡ് നോട്ട് നൾ ആയിരിക്കണം. ഓക്കെ. ഇനി ഡീഫോൾട്ട്, നമുക്ക് ഏതെങ്കിലും വാല്യൂ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കൺസ്ട്രെയിൻ്റ് ആണ് ഡീഫോൾട്ട് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ. ഈ ടേബിൾ കൺസ്ട്രെയിൻസ് ആണ്. ടേബിൾ കൺസ്ട്രെയിൻസ് ഗ്രൂപ്പ് ഓഫ് കോളംസിനെ സെറ്റ് ചെയ്യാനായിട്ട്, റൂൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിൾ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ്, ടേബിൾ ഡെഫിനേഷൻ ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ ഈ ടേബിൾ കൺസ്ട്രെയിൻസ് എഴുതി കൊടുക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിന്റെ സ്ട്രക്ചർ നമുക്ക് കാണണം, നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിസ്ക്രൈബ്, അല്ലെങ്കിൽ DESC എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രൈബ് സ്പേസ് ടേബിൾ നെയിം സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുള്ളത്, എന്ത് ഡാറ്റ ടൈപ്പാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റാബേസിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ, കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റാബേസിനകത്തുള്ള ടേബിൾസിന്റെ പേര് കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കമാൻഡാണ് ഷോ സ്പേസ് ടേബിൾസ് എന്ന് പറയുന്നത്. ആ ഷോ ടേബിൾസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ടേബിൾസും, കറന്റ് ഡാറ്റാബേസിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ടേബിൾസും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് ടേബിളിനകത്തോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അത് DML കമാൻഡാണ്, കാരണം നമ്മൾ ഡാറ്റ മാനിപ്പുലേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് DML കമാൻഡാണ്. അതിന്റെ ഫോർമാറ്റ് ആണ് ഇൻസേർട്ട് സ്പേസ് ഇൻടു സ്പേസ് ടേബിൾ നെയിം, ദെൻ കോളംസ്, ഏതൊക്കെ കോളംക്കാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് ആ കോളങ്ങളൊക്കെ കോമിറ്റ് എഴുതി കൊടുക്കുക. വാല്യൂസ്, ദെൻ ബ്രാക്കറ്റിൽ എന്തൊക്കെ വാല്യൂ ആണ് ഇതിന് കറസ്പോണ്ടിങ് വാല്യൂസ് എന്താണെങ്കിൽ അതും കോമിറ്റ് ഇട്ട് അതേ ഓർഡറിൽ തന്നെ എഴുതി കൊടുക്കുക. ഇനി ടേബിളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോളത്തിലും നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കോളംസിന്റെ പേര് പറഞ്ഞു കൊടുക്കണ്ട. പകരം ഈ ടേബിൾ നെയിം കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കോളത്തിനും കറസ്പോണ്ടിങ് വാല്യൂസ് എന്താണോ നമ്മൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വാല്യൂസ് അവിടെ കോമിറ്റ് എഴുതി കൊടുക്കുക. നമ്മൾ ടേബിളിൽ കൊടുത്ത അതേ ഓർഡറിൽ തന്നെയായിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. ഈ സെപ്പറേറ്റ് കോളം നെയിം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുള്ള അതേ ഓർഡറിൽ വേണം നമ്മൾ ഇവിടെയും എഴുതി കൊടുക്കാനായിട്ട്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഷോ ടേബിൾസ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിനകത്തുള്ള ടേബിൾ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ, അതിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ഇൻടു സ്റ്റുഡൻറ്റ് വാല്യൂസ്, നമ്മൾ ഓരോ വാല്യൂസും കോമിട്ടിട്ട് ആ കോളം നമ്മൾ കൊടുത്തിട്ടുള്ള അതേ ഓർഡറിൽ തന്നെ നമ്മൾ കോമിട്ടിട്ട് കൊടുക്കുക. പക്ഷേ ഇതിൽ ഞാൻ സ്ട്രിങ് വാല്യൂവിനൊന്നും കോഡ്സ് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ട്രിങ് വാല്യൂസിന് കോഡ്സ് ഇട്ട് കൊടുക്കുക, ക്യാരക്ടർ വാല്യൂവിന് കോഡ്സ് ഇട്ട് കൊടുക്കുക, ഡേറ്റിനും ഇയറിനും ഒക്കെ കോഡ്സ് കൊടുക്കുക. അപ്പോൾ റോ എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കോളമായിട്ട്, ഇപ്പോൾ നെയിം DOB കോഴ്സിലേക്ക് മാത്രം നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കോളത്തിലേക്കാണ് നമുക്ക് വാല്യൂസ് വേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ആ ടേബിൾ നെയിം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് അവിടെ കോമിറ്റിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ്, സ്ട്രിങ്, അതുപോലെ തന്നെ ടൈം, ഇതെല്ലാം കോഡ്സിന് വേണം നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ കറക്റ്റായിട്ട് സ്പേസ് ഇട്ട് കൊടുക്കുക. ഇൻസേർട്ട് കഴിഞ്ഞ് സ്പേസ് ഇൻടു ഒരുമിച്ചാണ്, ദെൻ സ്പേസ് ടേബിൾ നെയിം സ്പേസ് ഇട്ടിട്ട് കോളൻ നെയിംസിനെയും കോളൻ നെയിംസ് അല്ലെങ്കിൽ വാല്യൂസ് എന്നുള്ളത് കൊടുക്കുക. ആ ഫോർമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് വാല്യൂസ്, ഒരു വാല്യൂ നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വേണമെങ്കിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ സെറ്റ് വാല്യൂ കൊടുക്കുക, വാല്യൂസ് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ സെറ്റ് വാല്യൂ കൊടുക്കുക, കോമിട്ടിട്ട് അടുത്ത സെറ്റ് വാല്യൂസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് വഴി, ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴി തന്നെ മൾട്ടിപ്പിൾ റോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ വാല്യൂ കഴിഞ്ഞതിന് ശേഷം കോമിറ്റിന് ശേഷം വേണം അടുത്ത വാല്യൂ നമ്മൾ കൊടുക്കാനായിട്ട്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ക്വറി ഓക്കെ 2 rows എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. ഇനി ഞാൻ ഇതേ വാല്യൂ തന്നെ വീണ്ടും ഞാൻ എൻ്റർ ചെയ്യാണ്. നമ്മൾ കൺസ്ട്രെയിൻസ് ഒന്നും കൊടുക്കാത്ത കാരണം അതും എൻ്റർ ചെയ്ത് പോകുന്നതാണ്. ക്വറി ഓക്കെ എന്നുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി അത് ഡിസ്പ്ലേ ചെയ്ത് നോക്കുകയാണ് എന്തൊക്കെയാണ് റോസ് ഉള്ളത് എന്നുള്ളത്. അതിനുള്ള കമാൻഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഡാറ്റാസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നൾ വാല്യൂസ് ആണ് കുറേ കയറിയിട്ടുള്ളത് അല്ലേ. അഡ്മിഷൻ നമ്പറിൽ കംപ്ലീറ്റ് നള്ളാണ് വന്നിരിക്കുന്നത്, ഒരെണ്ണം മാത്രമേ ഡാറ്റ വന്നിട്ടുള്ളൂ. ജെൻഡർ നള്ളാണ് വന്നിരിക്കുന്നത്, ഇൻകം നള്ളാണ് വന്നിരിക്കുന്നത്, ദെൻ നെയിമിലും അതുപോലെ തന്നെ DOB ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഡാറ്റയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ടേബിൾ
കോളം കൺസ്ട്രെയിൻസ് കൊടുത്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് സ്റ്റുഡൻറ്റ് അണ്ടർസ്കോർ ഡാറ്റ എന്ന പേരിലാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്ത അതേ കോളംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അഡ്മിഷൻ നമ്പർ ഞാൻ നള്ളാവാൻ പാടില്ല, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാണ്. അഡ്മിഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ നമ്പറിൻ്റെ ടൈപ്പ് ഇൻറ്റു കൊടുത്തു. ദെൻ അതിൻ്റെ കൺസ്ട്രെയിൻ പ്രൈമറി കീ ആണ്. അപ്പോൾ പ്രൈമറി കീ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രൈമറി സ്പേസ് കീ എന്ന് വേണം കൊടുക്കാനായിട്ട്. ദെൻ നമ്മുടെ നെയിം ഓട്ടോ ഇൻക്രിമെൻറ്റ് വേണമെങ്കിൽ ഓട്ടോ ഇൻക്രിമെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി നമ്മുടെ നെയിം എന്നുള്ള കോളം ഞാൻ നൾ വാല്യൂ വരാതിരിക്കാൻ വേണ്ടി നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻറ്റ് കൊടുക്കുകയാണ്. പിന്നെ ജെൻഡറിന് ഡീഫോൾട്ടായിട്ട് എം എന്ന് പറയുന്ന വാല്യൂ ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം DOB ഡേറ്റ്, കോഴ്സ് വാർക്കാർ കൊടുത്തു, എഫ് ഇൻകം ഇൻഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരു ഓക്കെ റിസൾട്ട് വന്നു. DAC കമാൻഡ് വഴി നമുക്ക് ടേബിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കുക, DAC കമാൻഡ് ഞാൻ കൊടുത്തപ്പോൾ അഡ്മിഷൻ നമ്പർ അത് ഏത് ടൈപ്പാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ദെൻ നൾ വാല്യൂ അലൗഡ് ആണോ അല്ലേ എന്നുള്ള ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പ്രൈമറി കീ അഡ്മിഷൻ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫോൾട്ട് വാല്യൂ എമ്മിന് മാത്രമാണ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഇൻക്രിമെൻറ്റ് എന്നുള്ളതും അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്മിഷൻ നമ്പർ യുണീക്ക് ആയിരിക്കണം, നൾ വരാൻ പാടില്ല, നെയിം നൾ വരാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഞാൻ 4 റോസ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ഫുൾ ഡാറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. അപ്പോൾ ഒന്നും അഡ്മിഷൻ നമ്പറിന് നൾ വന്നിട്ടില്ല, എല്ലാം യൂണീക്ക് വാല്യൂ തന്നെയാണ് വന്നിട്ടുള്ളത്. നെയിം നൾ വന്നിട്ടില്ല, അതുകൊണ്ട് കൺസ്ട്രെയിൻസ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി എക്സിറ്റ് ചെയ്യാനായിട്ട് എക്സിറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആയി പോകും. എല്ലാവർക്കും ക്ലാസ്സുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.